തീറ്റപ്പുൽ കൃഷി രീതികളും ഇനങ്ങളും പരിചയപ്പെടാം. വെൽക്കം ടു കൃഷിയും സമ്പാദ്യവും. ലാഭകരമായ ക്ഷീരോത്പാദനത്തിന് തീറ്റപ്പുൽ കൃഷി. ഒരു പശുവിനെ വളർത്തുന്നതിന് 10 സെന്റ് ഭൂമിയിലെങ്കിലും തീറ്റപ്പുൽ കൃഷി വേണം. അയവെട്ടുന്ന മൃഗങ്ങളായ പശു, എരുമ എന്നിവയുടെ ഉദരത്തെ പ്രകൃതി ക്രമീകരിച്ചിരിക്കുന്നത് നാര് കൂടുതലുള്ള പരുഷാഹാരങ്ങളെ ദഹിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലാണ്. ഗുണമേന്മയുള്ള പരുഷാഹാരമാണ് തീറ്റയുടെ 60% നൽകുന്നതെങ്കിൽ അവയുടെ ആരോഗ്യവും പാലുൽപാദനവും മെച്ചപ്പെടും. പരുഷാഹാരത്തിന്റെ നീണ്ട നിരയിൽ തീറ്റപ്പുല്ല്, പയർവർഗ വിളകൾ, വൃക്ഷവിളകൾ, വൈക്കോൽ, സൈലേജ്, മറ്റ് പാരമ്പര്യേതര തീറ്റ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. ലാഭകരമായ ക്ഷീരോത്പാദനത്തിന് തീറ്റച്ചെലവ് കുറയ്ക്കണമെന്നത് നിസ്തർക്കമായ ഒരു വസ്തുതയാണ്. അതിനായി പുല്ലിനങ്ങൾ കൃഷി ചെയ്ത് തീറ്റയായി നൽകുകയാണ് വേണ്ടത്. ഇനങ്ങൾ. കേരളത്തിന്റെ കാലാവസ്ഥയിൽ വളരുന്ന പ്രധാന തീറ്റപ്പുല്ലുകൾ സങ്കര നേപ്പിയർ, ഗിനി, കോങ്കോ സിഗ്നൽ, പാരപ്പുല്ല്, സെറ്റേറിയ, തീറ്റച്ചോളം എന്നിവയാണ്. പയർവർഗത്തിൽപ്പെട്ടവയിൽ വൻപയർ, സ്റ്റൈലോസാന്തസ് എന്നിവയും വൃക്ഷവിളകളിൽ ശീമക്കൊന്ന, സുബബൂൽ, അഗത്തി, മുരിങ്ങ, കല്യാണ്ഡ്ര എന്നിവയുമാണ്. തീറ്റപ്പുല്ലും പയർവർഗവും ഇടവിളയായി കൃഷി ചെയ്യാം. അതോടൊപ്പം അതിരുകളിൽ വൃക്ഷവിളകൾ കൂടി വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ പശുക്കൾക്ക് ദിവസേന നൽകുന്ന റേഷനിൽ നാരിനൊപ്പം ഊർജവും മാംസ്യവും നൽകാൻ സാധിക്കും. ഇതിലൂടെ വില കൂടിയ കാലിത്തീറ്റയുടെ ഉപയോഗം കുറയ്ക്കാം. സങ്കര നേപ്പിയർ. കേരളത്തിൽ വളരെയേറെ പ്രചാരത്തിലുള്ളതും കൂടുതൽ വർഷം നിലനിൽക്കുന്നതും ഏറ്റവും അധികം വിളവ് ലഭിക്കുന്നതുമായ തീറ്റപ്പുല്ലാണ് സങ്കര നേപ്പിയർ. CO3, COCN4, COBN5, CO6, സുഗുണ, സുപ്രിയ, സുസ്ഥിര, TM1 എന്നിവ ഇവിടെ ലഭ്യമായ ഇനങ്ങളാണ്. ഇത് കൃഷി ചെയ്യുന്നതിനു വേണ്ട പുൽക്കടകളും സാമ്പത്തിക സഹായവും ക്ഷീരവികസന വകുപ്പിലൂടെ ലഭിക്കും. ഗിന്നിപ്പുല്ല്. തെങ്ങ്, റബ്ബർ, കശുമാവ്, മാവ് എന്നിവയുടെ ഇടയിലും ചോലകളിലും വളർത്താൻ പറ്റിയ തീറ്റപ്പുല്ലാണ് ഗിന്നിപ്പുല്ല്. ഇതിന്റെ പുൽക്കടകളും വിത്തും നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നു. മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന തീറ്റപ്പുല്ലാണെങ്കിലും വേനൽക്കാലത്ത് ഇത് പൂർണ്ണമായും നശിച്ചു പോകില്ല. മഴയ്ക്കൊപ്പം വീണ്ടും വളരുമെന്നതിനാൽ വർഷാവർഷം നടേണ്ട ആവശ്യവുമില്ല. പാരപ്പുല്ല്. വെള്ളക്കെട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാവുന്ന തീറ്റപ്പുല്ലാണ് പാരപ്പുല്ല്. ഒരൽപ്പ സ്ഥലത്ത് കൃഷി ചെയ്താൽ തന്നെ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് വളരെ വേഗം വ്യാപിക്കുന്നതാണ്. സിഗ്നൽ. ചെരിവുള്ളതും മണ്ണൊലിപ്പ് സാധ്യതയുമുള്ള മലം പ്രദേശങ്ങളിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ തീറ്റപ്പുല്ലിനങ്ങളാണ് സിഗ്നൽ, കോങ്കോ സിഗ്നൽ, സെറ്റേറിയ മുതലായവ. ഇവയുടെ വേരുകൾ മണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്നതിനും ജലസംരക്ഷണത്തിനും ഉപകാരപ്രദമാണ്. ബഹുവർഷ തീറ്റപ്പുല്ലിനങ്ങളോടൊപ്പം വാർഷിക ധാന്യ കാലിത്തീറ്റ ഇനങ്ങളായ തീറ്റച്ചോളം, മണിച്ചോളം എന്നിവയും വൻപയർ, സ്റ്റൈലോസാന്തസ് തുടങ്ങിയ പയറുവർഗ്ഗങ്ങളുമുണ്ട്. ഇവ പ്രധാന തീറ്റപ്പുല്ലിന്റെ ഇടവിളയോ നെൽകൃഷി, പച്ചക്കറി കൃഷി എന്നിവയുടെ ഇടവേളകളിലോ കൃഷി ചെയ്യാവുന്നതാണ്. എവിടെ കൃഷി ചെയ്യാം? തരിശായി കിടക്കുന്ന പാടങ്ങൾ, കൃഷിയില്ലാത്ത ചെളിപ്രദേശങ്ങൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്ഥലങ്ങൾ, തോട്ടവിളകളുടെ ഇടവിളയായി കൃഷി ചെയ്യാവുന്ന ഇടങ്ങൾ, വനമേഖലയുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന പൊതു ഇടങ്ങൾ, വ്യക്തികളുടെ കൈവശമുള്ള ഭൂമി എന്നിവ പാട്ടത്തിനെടുത്ത് കർഷകർക്ക് വ്യക്തിപരമായും കർഷക ഗ്രൂപ്പുകളായും സഹകരണ സംഘങ്ങളുടെ മേൽനോട്ടത്തിലും തീറ്റപ്പുൽ കൃഷി ചെയ്യാം. ഒരു പശുവിനെ വളർത്തുന്നതിന് 10 സെന്റ് ഭൂമിയെങ്കിലും തീറ്റപ്പുൽ കൃഷി ഉണ്ടാവേണ്ടതാണ്. കൃഷി. വിത്ത് ഉപയോഗിച്ചാണ് തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതെങ്കിൽ ഞാറ്റടി നിർമ്മിച്ച ശേഷം വേരുപിടിച്ച ചെടികൾ മാറ്റി നടുന്നതാണ് നല്ലത്. പുൽക്കടകളാണെങ്കിൽ 2 മുട്ടെങ്കിലും ഉള്ളത് അല്പം ചെരിച്ചു വേണം നടാൻ. കൃഷിക്ക് മുൻപ് നിലം കിളച്ച് കട്ടയുടച്ച് കളകൾ മാറ്റി മണ്ണ് പൊടി രൂപത്തിലാക്കണം. അടിവളമായി ഹെക്ടറിന് 20 ടൺ ചാണകം ചേർക്കേണ്ടതാണ്. ചാലു കീറി നിശ്ചിത അകലത്തിലാണ് ചെടികൾ നടേണ്ടത്. മഴയില്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ചെറിയ തോതിൽ നനയ്ക്കേണ്ടതാണ്.
ആദ്യ മാസങ്ങളിൽ കളകൾ നീക്കം ചെയ്യണം. മികച്ച വളർച്ചയ്ക്ക് നൈട്രജൻ അടങ്ങിയ വളങ്ങൾ വർഷത്തിൽ 3 തവണയോ ചാണകം, മൂത്രം എന്നിവ കലക്കി വെള്ളം ഓരോ തവണ പുല്ലരിഞ്ഞ ശേഷം തളിച്ചു കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. പുൽക്കടകളും വിത്തുകളും കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, ക്ഷീരവികസന വകുപ്പ്, സർവകലാശാല ഫാമുകൾ, സ്വകാര്യ ഫോഡർ ഫാമുകൾ എന്നിവയിൽ നിന്ന് ലഭിക്കും. തമിഴ്നാട് കാർഷിക സർവകലാശാല, ഇന്ത്യൻ ഗ്രാസ്ലാൻഡ് ആൻഡ് ഫോഡർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവിടങ്ങളിൽ നിന്നും നേരിട്ടോ പാഴ്സലായോ വാങ്ങാം. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഉപകാരപ്രദമായ കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക്